സൂറത്തിലൊക്കെ നമ്മൾ ഫസ്റ്റ് വന്ന സമയത്ത് നമ്മൾ ഏതെങ്കിലും ഫാബ്രിക്കിനൊക്കെ റേറ്റ് ചോദിച്ചാൽ ഇവർ ഒടുക്കത്തെ റേറ്റാണ് പറയാം. കാരണം എന്താ വെച്ചാൽ നമ്മളിവിടെ പുതിയതാണല്ലോ, അവർ റീറ്റെയിലിനെക്കാട്ടിയും ഒരു 20 രൂപ എക്സ്ട്രാ അങ്ങനെയൊക്കെയാണ് നമ്മളോട് പറയാറ്. പിന്നെ നമ്മൾ അവരുടെ റെഗുലർ കസ്റ്റമർ ആയതിനു ശേഷം അവർ നമുക്ക് മാർക്കറ്റിന് ഏത് റേറ്റിനാണ് പോകുന്നത്, ലോക്കലിന് ഏത് റേറ്റിനാണ് പോകുന്നത്, ആ റേറ്റ് തന്നെയാണ് കേട്ടോ നമുക്ക് തരാറ്. ഇത് നമ്മളിപ്പോൾ റീസെൻ്റായിട്ട് സൂറത്തിൽ ലോഞ്ച് ചെയ്ത ഒരു ഡ്രസ്സിൻ്റെ ഫാബ്രിക്കാണ്. ഇതിൽ 4 കളേഴ്സാണ്: വൈന്, മെറൂണ്, കോക്കോ, ഓണിയൻ കളർ. ഇനി അടുത്തത് നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ളത് ഈ ഫ്രോക്കിൻ്റെ പെൻഡിങ് ഓർഡേഴ്സാണ്. ഈ പെൻഡിങ് ഓർഡേഴ്സ് ക്ലിയർ ചെയ്താലേ നമുക്കും നമ്മുടെ മാസ്റ്റേഴ്സിനും നമ്മുടെ ടൈലേഴ്സിനും റെസ്റ്റ് ചെയ്യാനുള്ള സമയം കിട്ടുള്ളൂ. വേറൊന്നും കൊണ്ടല്ല, ഇതിൻ്റെ കോപ്പി ഇവിടെ സൂറത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. നമ്മുടെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് അവരുടെ കോപ്പി സെയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് മാക്സിമം നമ്മൾ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ പ്രോഡക്റ്റ് മാർക്കറ്റിലോട്ട് ലോഞ്ച് ചെയ്യുന്നത്. ഇവിടെ സൂറത്തിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് ഹിറ്റായി കഴിഞ്ഞാൽ അതിൻ്റെ കോപ്പി അടിക്കാൻ വേണ്ടിയാണ്ട് ഒരുപാട് ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നതായിരിക്കും. കോപ്പി അടിക്കുന്നത് മാത്രമല്ല, നമ്മുടെ പ്രോഡക്റ്റ് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് മേക്ക് ചെയ്ത ഫോട്ടോസും വീഡിയോസും ഒക്കെ അവരുടെ ഡ്യൂപ്ലിക്കേറ്റ് ഐറ്റംസ് വിൽക്കാൻ വേണ്ടിയാണ്ട് അവർ യൂസ് ചെയ്യും. അതുമാത്രമല്ല, കസ്റ്റമേഴ്സിന് നമ്മുടെ വീഡിയോസും ഫോട്ടോസൊക്കെ യൂസ് ചെയ്തിട്ട് കസ്റ്റമേഴ്സിന് അവരുടെ കോപ്പി ഡ്രസ്സസ് ആയിരിക്കും അയച്ചു കൊടുക്കുന്നത്. കാരണം ഞങ്ങളുടെ ഒരു 1-2 മാസത്തെ ഹാർഡ് വർക്കാണ് ഇവർ ഒരു കോപ്പി പേസ്റ്റ് കൊണ്ട് ഇല്ലാണ്ടാക്കുന്നത്. നമ്മൾ തന്നെ മാർക്കറ്റിൽ പോയിട്ട് ഫാബ്രിക് കണ്ടുപിടിച്ച് നമ്മൾ അത് കട്ട് ചെയ്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് അതിൻ്റെ ഫോട്ടോസും വീഡിയോസും എല്ലാം മേക്ക് ചെയ്തിട്ട് നമ്മൾ കസ്റ്റമേഴ്സിലോട്ട് എത്തിക്കുമ്പം ഇവിടെ കുറച്ച് ആൾക്കാർ അത് കോപ്പി പേസ്റ്റ് അടിച്ചിട്ട് ജസ്റ്റ് ലോ ക്വാളിറ്റി ഐറ്റംസ് മാത്രമാണ് വിൽക്കുന്നത്.